ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത് പുതിയൊരു പോർഷനാണ്. ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട അന്തർദേശീയ ദിനങ്ങളും ദേശീയ ദിനങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ദേശീയ അന്തർദേശീയ ദിനങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാൻ വയ്യാത്തവരും കാണും. അവർക്ക് വേണ്ടി നമുക്കിത് റിവൈസ് ചെയ്യാം. അറിയാവുന്നവരും ഇത് റിവൈസ് ചെയ്ത് ഇടയ്ക്കൊന്ന് റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് നോക്കാം. പി എസ് സിയുടെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജൂലൈ 11, ജൂലൈ 12, ജൂലൈ 18, ജൂലൈ 28, ജൂലൈ 29 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ദിനങ്ങളാണ്. ഈ കുറേ ദിവസങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ജൂലൈ 11 ജനസംഖ്യാ ദിനം, ജൂലൈ 11 ജനസംഖ്യാ ദിനം. ജൂലൈ 12 മലാല ദിനം, ജൂലൈ 12 മലാല ദിനം. ജൂലൈ 18 മണ്ടേല ദിനം, ജൂലൈ 18 മണ്ടേല ദിനം. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം, ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ജൂലൈ 29 ലോക കടുവാ ദിനം, ജൂലൈ 29 ലോക കടുവാ ദിനം. ഒന്നുകൂടെ നമുക്ക് നോക്കിയാലോ. ജൂലൈ 11 ജനസംഖ്യാ ദിനം, ജൂലൈ 12 മലാല ദിനം, ജൂലൈ 18 മണ്ടേല ദിനം, ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം, ജൂലൈ 29 ലോക കടുവാ ദിനം. നമ്മൾ പഠിക്കുമ്പോൾ ദേശീയ അന്തർദേശീയ ദിനങ്ങൾ പഠിക്കുമ്പോൾ ഡേറ്റ് ഓർക്കില്ല, അതിൻ്റെ പ്രത്യേകത ഓർക്കില്ല. ഇതൊക്കെ ഓരോരുത്തർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ചിലർക്ക് വളരെ ഈസിയാണ് ഈ ദിനങ്ങളൊക്കെ പഠിക്കുന്നത്, ഡേയ്സൊക്കെ പഠിക്കുന്നത്, വർഷങ്ങളൊക്കെ പഠിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ലെങ്കിലും നമ്മളിത് പഠിച്ചെടുത്തേ പറ്റൂ. പഠിച്ചെടുക്കാനുള്ളൊരു മെത്തേഡാണ്. അതാത് ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ എഴുതി വെച്ച് തന്നെ പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. ജൂലൈ 11 തന്നെ ജൂലൈ 11 പ്രത്യേകത പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ ദിനങ്ങൾ നമുക്ക് പഠിക്കാം. ജൂലൈ 1, ജൂലൈ 23, ജൂലൈ 26. ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം, ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. ജൂലൈ 23 ദേശീയ സംപ്രേഷണ ദിനം, ജൂലൈ 23 ദേശീയ സംപ്രേഷണ ദിനം. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്, ജൂലൈ 26 കാർഗിൽ ദിവസ്, കാർഗിൽ വിജയ് ദിനം, കാർഗിൽ വിജയ് ദിനം ജൂലൈ 26. പ്രധാനപ്പെട്ട 3 ദേശീയ ദിനങ്ങളാണ് നമ്മളിപ്പോൾ റിവൈസ് ചെയ്തത്. ഇനിയും അടുത്ത അന്തർദേശീയ ദിനങ്ങളും ദേശീയ ദിനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത റിവിഷൻ ക്ലാസ്സിൽ കാണാം. പ്രധാനപ്പെട്ട കുറേയേറെ ഡേയ്സും അതിൻ്റെ പ്രത്യേകതകളും വർഷങ്ങളും ഒക്കെ നമ്മൾ ഈ റിവിഷൻ ക്ലാസ്സുകളിൽ പഠിച്ചു പോകുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് തന്നെയാണ് റിവൈസ് ചെയ്തു പോകുന്നത്. എല്ലാവർക്കും പ്രയോജനപ്രദമാകും. തുടക്കക്കാരാണെങ്കിൽ, ആദ്യമായിട്ടാണ് PSC പ്രിപ്പറേഷൻ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ കുറേയേറെ റിവിഷൻ ക്ലാസ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ റിവൈസ് ചെയ്തു പോയിട്ടുണ്ട്. എടുത്ത് നോക്കുക. പതിയെ സമയം കിട്ടുന്നതിനനുസരിച്ച് പഠിച്ച് കംപ്ലീറ്റ് ആക്കി പോവുക. നമ്മളിപ്പോൾ തുടർച്ചയായി എല്ലാ മാസവും ദേശീയ അന്തർദേശീയ ദിനങ്ങൾ പഠിച്ചു പോകുന്നുണ്ട്. വർഷങ്ങൾ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഇക്വേഷൻസ് പഠിച്ചു പോകുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ വൊക്കാബുലറി പഠിച്ചു പോകുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പ്രയോജനപ്രദമാകും. കൂടുതൽ പെട്ടെന്ന് തന്നെ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരും അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഒരു ദിവസം ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനും അത് നോക്കാനും പഠിക്കാനും സമയം കണ്ടെത്തുക. നമ്മൾ ഇന്ന് പഠിച്ചത് ജൂലൈ മാസത്തെ ദേശീയ അന്തർദേശീയ ദിനങ്ങളാണ്. ജൂൺ വരെയുള്ള എല്ലാ ദേശീയ അന്തർദേശീയ ദിനങ്ങളും പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പഠിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി വെച്ച് ഓരോ ദിനത്തിൻ്റെ പ്രത്യേകതകൾ പഠിച്ചു പോവുക. പതിയെ പഠിച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ദിനങ്ങളെല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. എല്ലാ റിവിഷൻ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമുക്ക് അടുത്തൊരു നല്ലൊരു റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നന്നായിട്ട് പഠിച്ചെടുക്കുക, എഴുതിയെടുത്ത് പഠിക്കുക, അറിയാൻ വയ്യാത്തത് വീണ്ടും പഠിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ മനസ്സിൽ മറക്കാതിരിക്കാൻ വേണ്ടി റിവൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. കിട്ടുന്ന മെറ്റീരിയൽസിൽ നിന്നൊക്കെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.